ശശിയേട്ടാ കഴിഞ്ഞണ്ടേ മറ്റേ അത് കഴിക്കും. ശരി. അല്ലടാ, ഇത് ഉടായ്പൊന്നും അല്ലടാ. ഇത് ഞാൻ ശരിക്കും റിസർച്ച് നടത്തിയാണ്. ഇത് എനിക്ക് പറ്റുന്ന പരിപാടിയാണ്, സത്യം ഇട്ടു. എന്നാ പിന്നെ നീ വീട്ടിൽ കറങ്ങി തിരിഞ്ഞ് നടക്കാണ്ട് പരിപാടി പിടിക്കും. തരാൻ നോക്കിയിട്ട് ഞാൻ അച്ഛനോട് പറഞ്ഞു. ആ ഓക്കെ. ഞാൻ ലേറ്റ് ആയിട്ട് വരുന്നവനാണെന്ന് പരാതി പറഞ്ഞ സുഭാഷ് അവിടെ സമയം എത്രയെന്ന് നോക്കി നോക്ക്. എത്തും ആളിറങ്ങിയിട്ട് കുറച്ച് സമയമായി. വല്ലവന്റെ കാര്യത്തിൽ തലയുടെ ഒരു ഗ്യാപ്പ് കിട്ടി കാണും. അതിൻ്റെ ഇടയിൽ കൂടെ അങ്ങ് കയറി പോയി കാണും. അല്ല, നമ്മുടെ കമ്മിറ്റിയിൽ ഇങ്ങനത്തെ ഒരു കിടം വേണം. അറ്റ്ലീസ്റ്റ് എക്സിക്യൂട്ടീവ് എന്തെങ്കിലും ഒഴിവാക്കൂടെ? എടാ, അങ്ങനെ എടുത്തോ പിടിച്ചോന്ന് പറഞ്ഞൊന്നും ഒരാളെ കമ്മിറ്റി ഒഴിവാക്കാൻ പറ്റില്ല. അതിനൊക്കെ തക്കതായ കാരണം വേണം. അത് കുഴപ്പമില്ല, നമ്മുടെ സുഭാഷല്ലേ, ഒരു ചാൻസ് വൈകാതെ അവൻ തന്നെ കൊണ്ടുതരും. അപ്പൊ ഒരു തട്ടം കേട്ടാ. നമസ്കാരം. ഇത് എവിടാണ് സുഭാഷേ? ഞാൻ വിചാരിച്ചു ശശിയേട്ടൻ ഇപ്പോഴൊന്നും എത്തില്ല. ഓ, എന്താണ് നമ്മുടെ തേത്തിന് കുഴപ്പമൊന്നുമില്ല. അതിന് കുഴപ്പമൊന്നുമില്ല. നമുക്കേ താഴേക്കാവിലെ പുനരുദ്ധാരണം വൈകാതെ തുടങ്ങണം. അതാണ് നമ്മുടെ അജണ്ട. ഈ സ്പോൺസർഷിപ്പ് നോക്കിയിരുന്നിട്ടാണല്ലോ ഇത്രയും ഡിലേ വന്നത്. രശീത് ഊറ്റും പിടിച്ച് പിരിവിന് ഇറങ്ങിയ മാത്രമൊന്നും ഒരു കാര്യം നടക്കാൻ പോകുന്നില്ലേ. അപ്പോഴാണ് ശശിയായിട്ട് ഐഡിയ പറഞ്ഞത്. വേറൊന്നുമല്ല, ഇവിടുത്തെ ലിസ്റ്റിൽ പുതിയൊരു പൂജ കയറ്റുന്ന കാര്യമാണ്. അതായത് ഈ സന്തോഷവും സമാധാനവും ഇല്ലാത്ത വീടുകളിൽ ഇത് നടത്തിയാൽ അതൊക്കെ വരുമെന്ന് പറഞ്ഞ് നടത്തുന്ന ഒരു പൂജ. അല്ല, ഈ പൂജ എന്ന് പറയുമ്പോൾ അങ്ങോട്ട് മനസ്സിലായില്ല. എടാ, ഈ ബെഞ്ചിരിപ്പൊക്കെ കേട്ടിട്ടില്ലേ? അതിന്റെ നമ്മുടെ വർഷം അവിടെ അച്ഛൻ നടത്തുന്നു, ഇവിടെ വെളിച്ചപ്പാട് നടത്തുന്നു. ഗ്രഹപൂജ എന്ന് പേര് വിടാം. തരക്കേട്ടില്ലാത്തൊരു പരിപാടി അത്. ഒരു വീട്ടിൽ നിന്ന് 10 വെച്ച് പിടിക്കാൻ പറ്റി കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആയി പോക്കും. ആൾക്കാരെ തുടങ്ങിയാൽ മതി. അങ്ങനെയാണെങ്കിലേ നമുക്ക് തെക്കേ മുറിയിലെ കൃഷ്ണകുമാറിന്റെ വീട്ടിൽ തുടങ്ങാം. അവിടെ ചെറിയ പോവച്ചിലൊക്കെ ഉണ്ട്. ഞാനിപ്പോ അവിടെ വരുന്നേ. അടിപൊളി. എന്നാ പിന്നെ അവിടെ ഒന്ന് വിട്ടു നോക്ക്. നാളെ തന്നെ തുടങ്ങാലോ. എനിക്കൊരു അഭിപ്രായമുള്ളത്, കൃഷ്ണകുമാറിന്റെ വീട്ടിൽ നടത്തി കഴിഞ്ഞാൽ ലിസ്റ്റ് കയറ്റുന്നതിന് മുമ്പ് നമ്മുടെയൊക്കെ വീട്ടിൽ നടത്തി നന്നായിരിക്കും. കാശിട്ടുണ്ട് തന്നെ. താല്പര്യം ഉണ്ടെങ്കിൽ മറ്റംഗങ്ങൾ നടത്തിക്കോട്ടെ. അങ്ങനെ നമുക്കുള്ള റീച്ച് കിട്ടും. റിസൾട്ട് ഉണ്ടെന്ന് തോന്നിപ്പിക്കാൻ കഴിഞ്ഞാൽ പിന്നെ പരിപാടി വർക്കായി. അതുകൊള്ളാം. അല്ല, ഈ ഫണ്ട് സെറ്റ് ആയി കഴിഞ്ഞാലേ നമ്മുടെ ഫണ്ടിനൊക്കെ അതൊന്നും എടുക്കാലോ അല്ലേ. നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി.